വെൽക്കം ബാക്ക് ടു PSC പീഡിക. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വരുന്ന PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കേന്ദ്ര ബഡ്ജറ്റാണ്. 2025 ഫെബ്രുവരി 1 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മലാ സീതാരാമനാണ്. നിർമ്മലാ സീതാരാമൻ്റെ തുടർച്ചയായ 8ാമത് ബഡ്ജറ്റാണ് 2025 അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി മൊറാർജി ദേശായി ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമനാണ്. ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും പുതിയ പാർലമെൻറ്റിൽ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും നിർമ്മലാ സീതാരാമനാണ്. ഇനി ഈ ബഡ്ജറ്റ് അവതരണത്തിൽ മധുബനി ചിത്രകല ഡിസൈൻ ചെയ്തിട്ടുള്ള സാരിയാണ് നിർമ്മലാ സീതാരാമൻ ധരിച്ചിരുന്നത്. മധുബനി ചിത്രകല ബീഹാറുമായി ബന്ധപ്പെട്ട ചിത്രകലയാണ്. ഈ കേന്ദ്ര ബഡ്ജറ്റിൻ്റെ പ്രമേയം സബ്കാ വികാസ് ആണ്. 2025-26 കേന്ദ്ര ബഡ്ജറ്റിൻ്റെ പ്രമേയം സബ്കാ വികാസ് എന്നതാണ്. ഈ ബഡ്ജറ്റിൽ എടുത്തു കാണിക്കുന്ന 4 വികസന എഞ്ചിനുകളാണ് കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി എന്നിവ. ഈ ബഡ്ജറ്റിൽ എടുത്തു കാണിക്കുന്ന 4 വികസന എഞ്ചിനുകളാണ് കൃഷി, MSME അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്, നിക്ഷേപം, കയറ്റുമതി എന്നിവ. ഇനി ഇതിനു പുറമെ ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ വികസനത്തിലൂന്നിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 2025 ഫെബ്രുവരി 1 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമനാണ്. ഈ ബഡ്ജറ്റ് അവതരണത്തിൽ മധുബനി ചിത്രകല ഡിസൈൻ ചെയ്തിട്ടുള്ള സാരിയാണ് നിർമ്മലാ സീതാരാമൻ ധരിച്ചിരുന്നത്. പ്രമേയം സബ്കാ വികാസ് എന്നതാണ്. വികസന എഞ്ചിനുകൾ കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി എന്നിവയാണ്. ഈ ബഡ്ജറ്റിലെ മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങളാണ് ആദായ നികുതി ഇളവ് 12 ലക്ഷം വരെ ആക്കി, 5 IITകൾക്ക് സഹായം, അതായത് കേരളത്തിലെ പാലക്കാട് IIT കൂടി ഉൾപ്പെടുത്തി 5 IITകൾക്ക് സഹായം, ഇന്ത്യ പോസ്റ്റിനെ ലോജിസ്റ്റിക് കമ്പനിയാക്കും, കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി 3 ലക്ഷമായിരുന്നത് 5 ലക്ഷമാക്കി ഉയർത്തി, ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായി 2ാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കും. ആദ്യത്തേത് ന്യൂഡൽഹിയിലായിരുന്നു. ഇനി ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായി 2ാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കും. ബീഹാറിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം, ഇന്ത്യൻ ഭാഷാ പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ നൽകാൻ ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി ആരംഭിക്കും. പയറുവർഗ്ഗങ്ങളുടെ പ്രോത്സാഹനം വർദ്ധിപ്പിക്കാൻ ആത്മനിർഭാരത പദ്ധതി. പ്രധാനമായും തുവര, ഉഴുന്ന്, ചുവന്ന പരിപ്പ് എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ആത്മനിർഭാരത പദ്ധതി. ഖേലോ ഇന്ത്യ പദ്ധതിക്ക് 1000 കോടി രൂപ. ഓർത്തിരിക്കുക, ഖേലോ ഇന്ത്യ പദ്ധതിക്ക് 1000 കോടി രൂപ. പരുത്തി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള പഞ്ചവത്സര പദ്ധതി ആരംഭിക്കും. തുടങ്ങിയവയാണ് കേന്ദ്ര ബഡ്ജറ്റിലെ 2025-26 കേന്ദ്ര ബഡ്ജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. ഇനി ഏറ്റവും കൂടുതൽ വരവ് ചെലവ് ഏതിനത്തിലാണെന്ന് PSC ചോദിക്കാറുള്ളതാണ്. 2025-26 ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ വരവ് വന്നിരിക്കുന്ന കടമെടുപ്പ് മറ്റു ബാധ്യതകളാണ് 24%, ആദായ നികുതി 22%, GST മറ്റ് നികുതികളും 18%, കോർപ്പറേഷൻ നികുതി 17%, നികുതിയേതര വരുമാനം 9%, എക്സൈസ് തീരുവ 5%, കസ്റ്റംസ് 4%, കടമല്ലാത്ത മൂലധന വരവ് 1%. അപ്പോൾ 2025-26 ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ വരവുള്ളത് കടമെടുപ്പും മറ്റ് ബാധ്യതകളുമാണ് 24%. 2ാം സ്ഥാനത്ത് ആദായ നികുതി 22%, GSTയും മറ്റ് നികുതികളും 18%. അടുത്തത് ചെലവാണ്. അതായത് ഏതൊക്കെ ഇനങ്ങളിലാണ് ചെലവ് വരുന്നതെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ചെലവ് സംസ്ഥാന തീരുവ നികുതി വിഹിതം 22%. ചെലവിൽ ഏറ്റവും കൂടുതലുള്ള മേഖല സംസ്ഥാന തീരുവ നികുതി വിഹിതം 22%. 2ാമത് പലിശയടവ് 20%. കേന്ദ്ര മേഖല പദ്ധതികൾക്ക് വേണ്ടി 16%. മറ്റ് ചെലവുകൾ 8%. കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾ 8%. അപ്പോൾ ഓർക്കുക, കേന്ദ്രമേഖല പദ്ധതികൾക്ക് വേണ്ടി 16%, കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾ 8%, പ്രതിരോധം 8%, ഫിനാൻസ് കമ്മീഷൻ മറ്റ് ട്രാൻസ്ഫറുകൾ 8%, സബ്സിഡിക്ക് വേണ്ടി 6%, പെൻഷന് വേണ്ടി 4%. അപ്പം ചെലവിൽ ഏറ്റവും കൂടുതലുള്ള മേഖല സംസ്ഥാന തീരുവ നികുതി വിഹിതമാണ് 22%. 2ാമത് പലിശയടവ് 20%. അപ്പോൾ നമ്മൾ നോക്കിയത് കേന്ദ്ര ബഡ്ജറ്റ് 2025-26 അവതരിപ്പിച്ച 2025 ഫെബ്രുവരി 1 നിർമ്മലാ സീതാരാമനാണ്. ഈ ബഡ്ജറ്റ് അവതരണത്തിൽ മധുബനി ചിത്രകല ഡിസൈൻ ചെയ്തിട്ടുള്ള സാരിയാണ് നിർമ്മലാ സീതാരാമൻ ധരിച്ചിരുന്നത്. മധുബനി ചിത്രകല ബീഹാറുമായി ബന്ധപ്പെട്ട ചിത്രകലയാണ്. ഇതിൻ്റെ പ്രമേയം, ഈ ബഡ്ജറ്റിൻ്റെ പ്രമേയം സബ്കാ വികാസ് എന്നായിരുന്നു. ഇതിൽ 4 വികസന എഞ്ചിനുകളാണ് പറയുന്നത്. എഞ്ചിൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് 4 പറയുന്നത്. ഒന്ന് കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി എന്നിവയാണ്.
ഇതിനു പുറമെ ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ വികസനത്തിൽ ഊന്നിയുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബഡ്ജറ്റിലെ വരവ് ഏറ്റവും കൂടുതലുള്ളത് കടമെടുപ്പും മറ്റു ബാധ്യതകളുമാണ് 24%. രണ്ടാം സ്ഥാനത്ത് ആദായ നികുതിയാണ് 22%. ഇനി ചെലവാണെങ്കിൽ സംസ്ഥാന തീരുവ നികുതി വിഹിതവുമാണ് ചെലവ് ഏറ്റവും കൂടുതലുള്ള മേഖല 22%. രണ്ടാമത് പലിശ അടവ് 20%. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് PSC ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്